ടു മാം ഓഫ് 3 കുക്കീസ്. ഇന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും കുക്കിങ്ങിൽ തുടക്കക്കാർക്കായിട്ടുള്ളവർക്കും ബിസി ആയിട്ടുള്ളവർക്കുമൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇഞ്ചി 2 ഇഞ്ച് ചെറുതായി അരിഞ്ഞത് 7-8 സെക്കൻഡ് വഴറ്റിയ ശേഷം 3 ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞതും 4 സവോള അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും 3 പച്ചമുളക് കീറിയതും 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതും ചേർത്ത് യോജിപ്പിക്കുക. എണ്ണയിൽ സവോളയും ഇഞ്ചിയും ചിക്കനും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് വഴറ്റുക. അതിനുശേഷം 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഫ്ലെയിം ലോ മീഡിയത്തിലായിരിക്കണം. 3 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ 10 മിനിറ്റ് വേകുമ്പോഴത്തേക്ക് ബാക്കി മസാല തയ്യാറാക്കാം. ഇളക്കുമ്പോൾ ചിക്കൻ ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. മസാല തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ 25 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മിക്സ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായി വെള്ളമയമില്ലാതെ അരച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്രേവി നന്നായി തിക്കായി വരാൻ സഹായിക്കും. 10 മിനിറ്റ് ചിക്കൻ വേവിച്ച ശേഷം അതിലേക്ക് 3 തണ്ട് കറിവേപ്പിലയും മസാല മിക്സും ചേർത്ത് കൊടുക്കാം. സവോള നന്നായി വഴന്നിട്ടുണ്ട്. ഇനി മസാല മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതോടൊപ്പം ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 2 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കൂടുമ്പോൾ ചിക്കൻ ഉടഞ്ഞു പോകാതെ ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ പീസ് വെന്തോ എന്നറിയാൻ ബോണിൽ നിന്നും ഫ്ലഷൊക്കെ വിട്ടുവരും. അതാണ് പാകം. ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വേവിക്കുക. ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. സെർവ് ചെയ്യുന്നതിൻ്റെ 1/4 മണിക്കൂർ മുമ്പ് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ കറിയുടെ ടേസ്റ്റ് കൂടും. ഈസി ആൻഡ് ടേസ്റ്റി നാടൻ ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്യുക. റിസൾട്ട് കമൻറ്റിൽ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.